ഹൈ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ പരിചയപ്പെട്ടു. എ ആൻഡ്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്തി നോക്കാം. നമുക്ക് എന്തുമാത്രം വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, സോ ഓർക്കുക, വവൽ സൗണ്ട്സ് ആണ് ആൻഡ്. വവൽ ലെറ്റർ അല്ല, പക്ഷേ വവൽ സൗണ്ട്സ് അന്നെങ്കിൽ മാത്രമേ നമുക്ക് ആൻ ഉപയോഗിക്കാവുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എ ഉപയോഗിക്കാം. നമുക്ക് തുടങ്ങാം. ഓക്കെ, റൈറ്റ്. എ ക്യാറ്റ് അല്ലേ, ആൻ എലിഫൻറ്റ്, അടുത്ത ആൻ ഓറഞ്ച്. ബിക്കോസ് അതെന്നാണ് അത് ആൻ ഓറഞ്ച് കാരണം ഓ വോവൽ സൗണ്ട് ആയതുകൊണ്ട്. എ ടേബിൾ ഉണ്ടോ, ആൻ ഇഗ്ലു, ആൻ ഇഗ്ലു. ഈ എന്നുള്ളത് വോവൽ സൗണ്ടാണ്. എ ബുക്ക്, ആൻ അംബ്രല്ല, ആൻ എഗ്. എ ഡോഗ്, a helicopter, an artist, an onion, an onion. That is vowel sound. A mouse, an hour. Here H is silence. നമ്മൾ പറയില്ല an hour. A hour എന്നല്ല പറയും, an hour. A unicorn. ഇവിടെ യു ആണെങ്കിലും നമ്മൾ ശബ്ദം ഇതാണ് യാ എന്നുള്ളത്. യൂണിക്കോൺ. ഊണിക്കോൺ എന്നല്ല പറയുന്നത്. ഊണിക്കോൺ എന്ന് പറയുകയാണെങ്കിൽ ആൻ ഊണിക്കോൺ എന്ന് പറയുന്നത്. അതങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എ യൂണിക്കോൺ, യാ എന്നുള്ളത്. എ ബോക്സ്, എ ഫ്ലവർ, എ ഇയർ അല്ലേ. എ യാ അതാ സൗണ്ട്, യാ. എ ഇയർ അല്ലാതെ ആൻ ഇയർ എന്നല്ല. എ ഇയർ. എ യൂണിവേഴ്സിറ്റി, ഇതുപോലെ യൂണിക്കോൺ പോലെ തന്നെ യൂണിവേഴ്സിറ്റി, യാ. യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്. അതേസമയം നമ്മളിപ്പോൾ ആൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് ആൻ യൂണിവേഴ്സിറ്റി എന്നാണ്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എ യൂണിവേഴ്സിറ്റി. എ വൺ ഐ, വൺ, ദാറ്റ് ഇസ് ദ സൗണ്ട്. ഓൺ, വി ഡോണ്ട് സേ an on-eyed, but we say one-eyed. One of the sound. A one-eyed cat, an eggplant. A another vowel sound. An idea, I, that is vowel sound. An honest person, an X silent ആണ്. An engineer, an engineer. ഇത് X silent ആണ്, അതുകൊണ്ടാണ് an honest person എന്ന് പറഞ്ഞത്. ആൻ ഒക്ടോപ്പസ്, എ ആയതുകൊണ്ട്, ഓ ആയതുകൊണ്ട്. എ ഹോട്ടൽ എന്ന് പറയുന്നത്. എ ഹോട്ടൽ കാരണം ആ എച്ച് സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എച്ച് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ എ, അല്ലെങ്കിൽ ആൻ ഓണസ്റ്റ്. അത് നമ്മൾ മുമ്പേ കണ്ടുപോയത്. അതുപോലെ ആൻ ഓണറബിൾ, എ ഹോണറബിൾ എന്നല്ല പറയുന്നത്. An honorable person. An inkpot, a hat, a historical fact. An ear, ear എന്നല്ല, an ear, e vowel sound. An eye vowel sound ആണ്. I. A bench, an island, an insect, a desk. മനസ്സിലായി? ഇതിനകത്ത് ചെറിയ സംശയം വരത്തേ ഉള്ളൂ. ഹോണസ്റ്റ്. അത് അതുപോലെ എ ഇയർ, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ, അതൊക്കെ വോവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ടാണ്. യാ, യു, യൂണിക്കോൺ, യൂണിവേഴ്സിറ്റി, ഇയർ, വൺ ഐഡ്, ഇതെല്ലാം വവൽ സൗണ്ട്സ് ആണ്. ലെറ്റർ കാണുമ്പോൾ ശരി ഓ അങ്ങനെ തോന്നും, പക്ഷേ അത് വവൽ സൗണ്ട്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല? വവൽ സൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ ആൻ ഉപയോഗിക്കും. വവൽ സൗണ്ട്സ് അല്ലെങ്കിൽ യാ, യു, ഇയർ. ഇയറും നമ്മൾ വ്യത്യാസമാണ്. മറ്റേ ഇയർ, മറ്റേ എഗ്. അതുപോലെ
ഇത് മറ്റേ ഇയർ എന്നാണ് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി, എ യൂണിക്കോൺ, എ വൺ ഐഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പം ലെറ്റർ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ പറയും AEIOU പറഞ്ഞിട്ടില്ലേ. ഞാൻ പറഞ്ഞത് അത് ശരിയായ രീതിയല്ല. കാരണം നമുക്ക് 20 വോവൽസാണുള്ളത്. അത് ഫോണറ്റിക്സ് എന്ന് പറയുന്ന എൻ്റെ ക്ലാസ് ഉണ്ട്, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ സമയം തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് നമ്മളെല്ലാവരും പാസ്സായിരിക്കുന്നു. ബൈ 100 ഔട്ട് ഓഫ് 100. ബൈ, സി യു അഗെയിൻ.